നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. JP മോർഗൻസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് അമേരിക്കൻ കമ്പനികളെക്കാൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്പനികളാണ് സൃഷ്ടിച്ചത് എന്ന് കാണിക്കുന്നു. കഴിഞ്ഞ 7 വർഷങ്ങളിൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്പനികൾ 40,000-ഓളം പുതിയ ജോലികൾ സൃഷ്ടിച്ചു. എന്നാൽ പ്രമുഖ അമേരിക്കൻ കമ്പനിയായ IBM 1,35,000 തസ്തികകൾ സൃഷ്ടിച്ചു എങ്കിലും ഇതിൽ ഭൂരിപക്ഷവും അമേരിക്കയ്ക്ക് വെളിയിലാണ്. എന്നാൽ സെനറ്റ് പാസാക്കിയ പുതിയ കുടിയേറ്റ നിയമത്തിൽ ഇന്ത്യൻ IT കമ്പനികൾക്കെതിരെ കർശനമായ നിയമങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനധികൃതമായി അമേരിക്കയിലേക്ക് ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങൾക്കെതിരെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് അന്വേഷണം ആരംഭിച്ചു. കൂടാതെ സെനറ്റർമാരായ ഷെറിഡ് ബ്രൗൺ, റോബ് പാറ്റ്മൻ എന്നിവർ US ഇന്റർനാഷണൽ ട്രേഡ് കമ്മീഷനോട് അമേരിക്കൻ കമ്പനികളെ സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. 2010-ൽ 8,40,000 ടണ്ണും കഴിഞ്ഞ വർഷം 1,077,00,000 ടൺ ഇരുമ്പുമാണ് ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ടത്. വിദേശ കമ്പനികൾ ഇന്ത്യയിൽ മുതൽ മുടക്കാൻ നിരവധി നിയമ തടസ്സങ്ങൾ ഉള്ളതായി പരാതിപ്പെടുമ്പോഴാണ് ഇന്ത്യ ഇവിടുത്തെ വ്യവസ്ഥിതിയെ മുതലെടുക്കുന്നു എന്ന ആരോപണം ഉണ്ടായിരിക്കുന്നത്. ടാറ്റ ടെക്നോളജീസ് അമേരിക്കയിൽ ഇന്നൊവേഷൻ സെന്റർ ആരംഭിച്ചു. മിഷിഗണിലെ ട്രോയ് സിറ്റിയിൽ ആരംഭിച്ച ഈ ഗവേഷണ സ്ഥാപനം ലോകമെമ്പാടുമുള്ള വാഹന കമ്പനികൾക്ക് ഡിസൈൻ ആൻഡ് കൺസൾട്ടിംഗ് സർവീസ് ആയിരിക്കും നൽകുക. ഇപ്പോൾ 60 എഞ്ചിനീയറിംഗ് വിദഗ്ധർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ വർഷ അവസാനത്തോടെ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം 100 ആകുമെന്ന് കമ്പനിയുടെ വെഹിക്കിൾ പ്രോഗ്രാം ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഹെഡ് കെവിൻ ഫിഷർ അറിയിക്കുകയുണ്ടായി. ഗൂഗിളിന്റെ ഓഹരി വില $1,000 കവിഞ്ഞു. മൂന്നാം പാദത്തിലെ വരുമാന കണക്കനുസരിച്ച് ഗൂഗിളിന്റെ വരുമാനം 23% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം $8.76 ബില്യൺ വരുമാനമുണ്ടാക്കിയ ഗൂഗിൾ ഈ വർഷം ഇതേവരെ $10.8 ബില്യൺ ലാഭമുണ്ടാക്കിയത്. കഴിഞ്ഞ നവംബറിൽ ഗൂഗിളിന്റെ ഓഹരി വില $636 ആയിരുന്നു. പ്രശസ്തമായ ഉൽപ്പന്നങ്ങളുടെ വ്യാജ പതിപ്പുകളുടെ വിൽപ്പന ലോകമെമ്പാടുമായി $500 ബില്യൺ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ പറയുന്നു. അമേരിക്കയിൽ ചൈന, കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന 40% ഉൽപ്പന്നങ്ങളും ലോസ് ആഞ്ചലസ്, ലോങ് ബീച്ച് തുറമുഖങ്ങൾ വഴിയാണ്. ഈയിടെ കസ്റ്റംസ് കണ്ടുകെട്ടിയത് പ്രശസ്തമായ ഹെർംസ് കമ്പനിയുടെ $5,000 മുതൽ $50,000 മേൽ വില വരുന്ന 16,000 ഹാൻഡ് ബാഗുകളുടെ വ്യാജ പതിപ്പുകളാണ്. $210 മില്യൺ വിലമതിക്കുന്ന ഒറിജിനൽ ബാഗുകളുടെ വ്യാജ പതിപ്പിന് $3 ലക്ഷം മാത്രമേ വില വരികയുള്ളൂ. 10,000-കണക്കിന് കണ്ടെയ്നറുകൾ ദിവസവും വന്നുചേരുന്ന തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന വ്യാജ സാധനങ്ങൾ എല്ലാം കണ്ടുപിടിക്കാൻ അസാധ്യമാണെന്ന് കസ്റ്റംസ് അധികൃതർ അഭിപ്രായപ്പെട്ടു. ലോകമെമ്പാടുമായി ചോക്ലേറ്റ് കഴിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് കൊക്കോയുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല എന്ന് റിപ്പോർട്ട്. ഇത് വരും കാലങ്ങളിൽ ചോക്ലേറ്റിന്റെ വിലവർധനയ്ക്ക് കാരണമായേക്കുമെന്ന് പ്രമുഖ കമ്പനികളുടെ ചോക്ലേറ്റ് ടേസ്റ്റർ ആംഗസ് കെന്നഡി അഭിപ്രായപ്പെട്ടു. ചോക്ലേറ്റ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന യൂറോപ്പിൽ ഒരാൾ ഒരു വർഷം ശരാശരി 8 കിലോഗ്രാം ചോക്ലേറ്റ് കഴിക്കുന്നു. റഷ്യയിലും ചൈനയിലും ചോക്ലേറ്റിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ചോക്ലേറ്റിന്റെ ആവശ്യം ഉൽപാദനത്തെക്കാൾ വളരെ കൂടുതലാവുമെന്ന് കരുതപ്പെടുന്നു. വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ ഐവറി കോസ്റ്റും ഘാനയുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ചോക്ലേറ്റ് വ്യാപാരം 21% വർദ്ധിക്കുമ്പോൾ റഷ്യയിലും ചൈനയിലും 40 മുതൽ 45% വരെ വർധനവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രശസ്ത ഡോക്ടറും പത്മഭൂഷൺ ജേതാവുമായ ഡോക്ടർ ദേവി പ്രസാദ് ഷെട്ടിയുടെ നേതൃത്വത്തിൽ കൈമൻ ഐലൻഡിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആശുപത്രി സമുച്ചയം ആരംഭിക്കുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ അസൻഷൻ ഹെൽത്ത് അലയൻസും ഡോക്ടർ ഷെട്ടിയുടെ നേതൃത്വത്തിലുള്ള നാരായൺ ഹൃദയാലയവും യോജിച്ചാണ് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത്. കൈമൻ ഐലൻഡിലെ 200 ഏക്കർ സ്ഥലത്ത് $2 ബില്യൺ ചിലവാക്കിയാണ് ഹോസ്പിറ്റൽ പണിയുന്നത്. 2014-ൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആശുപത്രിയിലെ ചികിത്സാ ചെലവ് അമേരിക്കയിലെ ആശുപത്രികളെക്കാൾ 40% കുറവായിരിക്കും. ന്യൂയോർക്ക് സിറ്റി കൗൺസിൽമാന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ 3 ഇന്ത്യക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂയോർക്ക് സ്പ്രിംഗ്ഫീൽഡ് ഗാർഡൻസ് ഹൈസ്കൂളിന് സമീപം ഒരു മദ്യ വിൽപ്പനശാല തുറക്കാൻ അനുമതി
തേടുവാൻ വേണ്ടിയാണ് ഇവർ കൗൺസിൽമാൻ ഡിനോവൻ റിച്ചർഡ്സിന് $2,500 കൈക്കൂലി വാഗ്ദാനം ചെയ്തത്. ദേവീന്ദർ സിംഗ്, രാജേന്ദർ സിംഗ്, തർസേങ് സിംഗ് എന്നിവരാണ് മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മിസ്റ്റർ റിച്ചർഡ്സിന് കൊടുക്കുവാനുള്ള തുക കൈമാറിയതിന്റെ പേരിൽ പിടിയിലായത്. കൗൺസിൽമാൻ റിച്ചർഡ്സ് ആയിരുന്നു സ്കൂളിന്റെ സമീപത്ത് മദ്യവിൽപ്പനശാല തുടങ്ങുന്നതിനെ എതിർത്ത് അംഗീകാരം നിഷേധിച്ചത്. ഇല്ലനോയ് സംസ്ഥാനത്തെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബോർഡിന്റെ കമ്മീഷണറായി ഗ്ലാഡ്സൺ വർഗീസിനെ ഗവർണർ പാറ്റ് ക്വീൻ നിയമിച്ചു. ഇല്ലനോയ് സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും നിർമ്മാണ മേന്മ, ബിൽഡിംഗ് കോൺട്രാക്ടർമാരുടെ ലൈസൻസിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ പരീക്ഷ നടത്തിപ്പ്, ലൈസൻസിംഗ് നൽകൽ തുടങ്ങിയവ ഈ ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നടത്തുക. അമേരിക്കയിലെ പ്രശസ്തമായ പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ബിരുദവും MBAയും നേടിയ ഇദ്ദേഹം ഫോർച്യൂൺ 100 കമ്പനിയിലെ വെസ്റ്റിംഗ് ഹൗസ് കോർപ്പറേഷന്റെ ഡിവിഷണൽ ഡയറക്ടറും GV സിസ്റ്റം എന്ന IT കമ്പനിയുടെ CEOയുമാണ്. കൂടാതെ ഇദ്ദേഹം ഫോമയുടെ ജനറൽ സെക്രട്ടറിയും മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇല പരിശോധിച്ച് ആ സ്ഥലത്ത് സ്വർണ്ണ നിക്ഷേപം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഓസ്ട്രേലിയയിലുള്ള ശാസ്ത്രജ്ഞർ തെളിയിച്ചു. ജലത്തിനായി ഈ മരത്തിന്റെ വേരുകൾ 115 അടിയോളം താഴ്ചയിൽ വളരുന്നു. ഇത്രയും ആഴത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന ജലത്തിലുള്ള സ്വർണത്തിന്റെയും മറ്റ് ലവണങ്ങളുടെയും അംശം മരത്തിന്റെ ഇലകളിൽ ശേഖരിക്കപ്പെടുന്നു. വളരെ ചെറിയ അംശം സ്വർണത്തിന്റെ സാന്നിധ്യമേ ഇലകളിൽ കാണുകയുള്ളൂ എങ്കിലും ഇല പരിശോധനയിലൂടെ സ്വർണ്ണ നിക്ഷേപം നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തി. ലിറ്റററി സൊസൈറ്റി ഓഫ് നോർത്ത് ടെക്സസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ആദ്യാക്ഷരം കുറിക്കൽ സംഘടിപ്പിച്ചു. കേരള അസോസിയേഷൻ ഓഫ് ഡാലസിന്റെ ഹാളിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരനും കവിയുമായ ഡോക്ടർ MST നമ്പൂതിരി കുട്ടികളെ ആദ്യാക്ഷരം എഴുതിച്ചു. ലാന പ്രസിഡന്റ് എബ്രഹാം തെക്കേമുറി, എബ്രഹാം തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ലിറ്റററി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത് 5ാം തവണയും കേരളീയ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാരംഭം ഇവിടെ അതേ സമയത്ത് തന്നെ നാട്ടിൽ വിദ്യാരംഭം കുറിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് സാധിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാഗൽഭ്യത്തോടെ കൂടുതൽ മുൻതൂക്കത്തോടെ ഇത് നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അറിവിൽപ്പെട്ടിടത്തോളം കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഈ വേദിയിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നാവിലും കൈപിടിച്ച് അരിമണലിലും അക്ഷരങ്ങൾ എഴുതി അക്ഷരലോകത്തേക്ക് അവരെ പ്രവേശിപ്പിച്ച പാരമ്പര്യം കേരള ലിറ്റററി സൊസൈറ്റിക്ക് ഏറ്റവും അഭിമാനകരമായി അവകാശപ്പെടാവുന്നതാണ്. കേരളത്തിൽ എന്നല്ല, ഈ നാട്ടിലെ മറ്റു നഗരങ്ങളിലും ഇങ്ങനെ ഔപചാരികമായിട്ടുള്ള ഒരു സംഭവം അക്ഷരലോകത്തെ സ്നേഹിക്കുന്നവരും അക്ഷരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആയിട്ടുള്ളവർ ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഡാളത്തിൽ ആദ്യം ആരംഭിക്കുമ്പോൾ ഈ വാർത്തകൾ കണ്ടിട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നു. അന്ന് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു എങ്കിലും ആ മറുപടി പലർക്കും തൃപ്തിയായില്ല. ഈ 5ാം വർഷം എല്ലാവരും എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു പൊതുവായ വേദിയിൽ പല കാര്യങ്ങളിലും ഇടപെടുന്നതിലും അങ്ങനെയുള്ള വേദികൾ ആവശ്യമുള്ളതിലും സമൂഹത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. അതിനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ KLSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജോസൻ ജോർജ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന വിദ്യാരംഭത്തിൽ പങ്കെടുക്കുന്ന MST നമ്പൂതിരിപ്പാട്, ശ്രീ എബ്രഹാം തെക്കേമുറി എന്നിവർ ആമുഖമായിട്ട് വിദ്യാരംഭത്തെക്കുറിച്ച് സംസാരിച്ചു.
കേരള അസോസിയേഷൻ ഓഫ് ഡയാലിസിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന സ്പെല്ലിംഗ് ബി മത്സരവും പ്രസംഗ മത്സരവും കാരൽട്ടൺ പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടത്തുകയുണ്ടായി. സ്പെല്ലിംഗ് ബി മത്സരത്തിൽ വിവിധ ഗ്രേഡുകളിലുള്ള മത്സരത്തിൽ ലിവിയ തോമസ്, റിഷ പഴപ്പേരി, സാക്കത്ത് വേണാട്, ഷൈൻ വടക്കേമുറി എന്നിവരും, പ്രസംഗ മത്സരത്തിൽ ലിവിയ തോമസ്, തെരേസ ജോർജ്, മീര സാം, ജോൺസ് കളരിക്കൽ എന്നിവരും ഒന്നാം സ്ഥാനം നേടി. സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഹ്യൂസ്റ്റന്റെ 2013 ഫാമിലി നൈറ്റ് വിവിധ കലാപരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. ഇടവക വികാരി ഫാദർ PM ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോ USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.